കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഒഴിവാക്കി. കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് നടപടി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് ചിത്രം നീക്കിയത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊന്നും നീക്കാത്ത ചിത്രം ഇപ്പോൾ പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് ചൂണ്ടിക്കാട്ടി നീക്കുന്നത് ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അല്ലേ? വേണു, ഇത്തരമൊരു വിവാദത്തിന്റെ ഇടയാണ് ഇത്തരം നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. പക്ഷേ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണം അങ്ങനെയല്ല. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കിയതെന്നാണ്. 2022 ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും സമാനമായ നിലയിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ചിത്രം കോവിഡ് സർട്ടിഫിക്കറ്റിൽ നിന്ന് നീക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റു തരത്തിലൊരു വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരമൊരു സാധ്യതയില്ല എന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നൊരു കാര്യം. നമുക്കറിയാം, കോവിഡ് വാക്സിൻ സ്വീകരിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം അത് അപ്രത്യക്ഷമായത്. അതിനുശേഷം വലിയ വിമർശനം അല്ലെങ്കിൽ വലിയ വിവാദം സമൂഹ മാധ്യമങ്ങളടക്കം ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുന്നതിനിടെ പ്രധാനമന്ത്രിയുടെ ചിത്രം അപ്രത്യക്ഷമായി എന്നുള്ള നിലയിൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ച ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം വിശദീകരണവുമായി രംഗത്ത് വന്നത്. 2022 ഗോവ, ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും സമാനമായ നടപടി സ്വീകരിച്ചു എന്ന വിശദീകരണമാണ് പിന്നാലെ ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. എന്തായാലും കോവിഷീൽഡുമായി ബന്ധപ്പെട്ട വിവാദം അത് പ്രതിപക്ഷം ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട്. ഇതിൽ പ്രധാനമന്ത്രി തന്നെ മറുപടി പറയണമെന്നൊരാവശ്യമാണ് പല തെരഞ്ഞെടുപ്പ് റാലികളിലും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നൊരാവശ്യം. അതിനിടയിലാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം അപ്രത്യക്ഷമായത്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.